എന്തായാലും ഇപ്പോൾ മുഹമ്മദ് ഷഹീദ് കൂടിയുണ്ട്. ഷഹീദ്, ഇത് സമയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി പറയുന്ന അനുസരിച്ച് 40 പേര് കപ്പലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. ഇതിൽ എന്താണ് നമുക്ക് കൂടുതലായിട്ട് ആ കണക്കുകളെ പറ്റി, ഒപ്പം തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, തായ്വാൻ, മ്യാൻമർ തുടങ്ങിയിട്ടുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ആ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഇനിയും ഔദ്യോഗികമായ സ്ഥിരീകരണവും ഒക്കെ ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും കോഴിക്കോട് ബേപ്പൂരാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ പരിക്കേറ്റവരെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അടിയന്തരമായി ചികിത്സ നൽകാനുള്ള എല്ലാവിധ സംവിധാനങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശുപത്രികളെല്ലാവരോടും ഒരുങ്ങിയിരിക്കാൻ വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാക്കിയിരിക്കാൻ വേണ്ടി ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആംബുലൻസുകൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് പിറകിൽ കാണുന്ന ഈ ബേപ്പൂർ തുറമുഖത്തേക്ക് 2 ആംബുലൻസുകൾ ഇതിനകം വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാൻ കഴിഞ്ഞ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഈ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയുമായി ഈ ഷിപ്പിംഗ് ഒരു ഏജന്റ് ബന്ധപ്പെട്ടിരുന്നു. ആശുപത്രി ഇങ്ങനെ പരിക്കേറ്റവരെ കൊണ്ടുവരാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം, അത്തരമൊരു നിർദ്ദേശം നിലവിലുള്ള സാഹചര്യത്തിൽ നേരത്തെ ഒരു അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ആ ഏജന്റിനോട് ഇപ്പോൾ കപ്പൽ കമ്പനി അധികൃതർ ആരും ബന്ധപ്പെടുന്നില്ല. അതായത് നിലവിൽ കോഴിക്കോട്ടേക്ക് ഈ സ്വകാര്യ ആശുപത്രിയുമായി അത്തരമൊരു ചികിത്സ ഉറപ്പാക്കാനുള്ളൊരു നടപടികളോ നിർദ്ദേശങ്ങളോ ഇപ്പോൾ കപ്പലിൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു പുതിയ വിവരം തന്നെയാണ്. അതായത് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം പരിക്കേറ്റവരെ ഒരുപക്ഷെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുമെന്നൊരു ആലോചന അല്ലെങ്കിൽ അത്തരമൊരു സാധ്യതയുണ്ടായിരുന്നു. അത്തരമൊരു സാധ്യതയിലേക്ക്, അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയോ എന്നുള്ള സംശയം ഉയർത്തുന്നതാണ് ഏതായാലും ഈ വിവരം എന്നുള്ളത് തന്നെയാണ്. കോഴിക്കോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കോഴിക്കോടുമായി കേന്ദ്രീകരിച്ചുള്ള കോഴിക്കോട് അധികൃതരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് മംഗലാപുരത്തേക്ക് ഒരുപക്ഷെ അവരെത്തിക്കാനുള്ള ശ്രമങ്ങൾ, പ്രത്യേകിച്ചും വലിയ കപ്പലായതുകൊണ്ട് മംഗലാപുരം തുറമുഖത്തേക്കാണ് അതിനെത്താൻ കഴിയുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചെറിയ ബോട്ടുകളിലേക്ക് ഈ പരിക്കേറ്റവരെ മാറ്റി പിന്നീട് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഈ വൈദ്യസഹായം അവർക്ക് ഉറപ്പാക്കുന്ന തരത്തിലായിരിക്കുള്ള നടപടിയായിരിക്കും സ്വീകരിക്കുക. ഒരു പക്ഷേ മംഗലാപുരം ആകാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.